നമ്മൾ ഏതാനും മാസങ്ങൾക്ക് മുന്നെയാണ് ഈ പാസ്പോർട്ടുകൾ ലോഞ്ച് ചെയ്തത്. ഇന്ന് ഇന്ത്യയിൽ ഇഷ്യൂ ചെയ്യുന്ന എല്ലാ പാസ്പോർട്ടുകളും ഈ പാസ്പോർട്ടാണ്. ഈ പാസ്പോർട്ടിലെ ഒരു വ്യത്യാസം എന്ന് പറയുന്നത് നമ്മുടെ പാസ്പോർട്ട് ബുക്ക്ലെറ്റിൽ ഒരു ചിപ്പും കൂടെ ഇൻക്ലൂഡഡ് ആയിരിക്കും. ആ ചിപ്പിൽ നമ്മുടെ വ്യക്തിഗത വിവരങ്ങളെല്ലാം സ്റ്റോർഡ് ആയിരിക്കും. അപ്പോൾ നമ്മുടെ പാസ്പോർട്ടുകൾ മറ്റൊരാൾക്ക് ഫോർജ് ചെയ്യാനോ അല്ലെങ്കിൽ തെറ്റായിട്ടുള്ള രീതിയിൽ ഉപയോഗിക്കാനുള്ള ചാൻസസ് അവിടെ കുറയുകയാണ്. കാരണം ഈ ചിപ്പിലുള്ള വിവരങ്ങളും കൂടെ ഈ പാസ്പോർട്ടിൻ്റെ ആധികാരികത കൂടുതൽ ഉറപ്പുവരുത്തുന്നു. അതുപോലെ തന്നെ നാളെ എന്താ പറയുക, നമുക്ക് ഈ പാസ്പോർട്ട് സ്കാൻ ചെയ്ത് എളുപ്പത്തിൽ ഇമിഗ്രേഷൻ പ്രോസസ്സൊക്കെ ചെയ്യാനായിട്ട് സാധിക്കും. അതിലുള്ള കാര്യങ്ങൾ വരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞതുപോലെ ഇന്ത്യയിൽ ഇന്ന് ഇഷ്യൂ ചെയ്യുന്ന എല്ലാ പാസ്പോർട്ടുകളും ഈ പാസ്പോർട്ടുകളാണ്. അതുപോലെ തന്നെ വിദേശത്ത് ഇന്ത്യൻ എംബസി കോൺസുലേറ്റുകളിൽ കൂടെയും നമ്മൾ ഈ പാസ്പോർട്ടുകൾ ഇഷ്യൂ ചെയ്യാനായിട്ട് തുടങ്ങിയിട്ടുണ്ട്. നമ്മളപ്പോൾ അതുകൊണ്ട് ഇന്നവേ നമ്മൾ പാസ്പോർട്ട് കൈകാര്യം ചെയ്യുമ്പോൾ നമ്മൾ കുറച്ചും കൂടെ സൂക്ഷിച്ച് കൈകാര്യം ചെയ്യണം. കാരണം ഈ ചിപ്പിൽ എന്തെങ്കിലും പോറലോ മറ്റ് ഡാമേജുകളോ വന്നാൽ പോലും നമുക്ക് ഒരു യാത്രയ്ക്ക് ഒരു ബുദ്ധിമുട്ട് വരാനായിട്ടുള്ള ഒരു ചാൻസ് ഉണ്ട്.